അതില്ലേ മോൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് ഇത്രയും നാളായെങ്കിലും ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കൺഫ്യൂഷനാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കൊടുക്കും, ലഞ്ചിന് എന്ത് കൊടുത്തയക്കും, വരുമ്പോൾ എന്ത് കൊടുക്കും എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഫുഡ് പ്രിപ്പൊക്കെ ഞാനിപ്പോൾ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമുക്ക് അതിൽ നിന്ന് തന്നെ പല പല രീതിയിൽ ഫുഡ് മിക്സ് ചെയ്തൊക്കെ കൊടുത്ത് അയക്കാൻ പറ്റും. ഞാൻ മെയിനായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മീറ്റും ഒന്ന് റെഡിയാക്കി വെക്കും. ഇവിടെ മോന് വെജിറ്റബിൾസ് കറീനെക്കാട്ടും കൂടുതലായിട്ട് ജസ്റ്റ് ബട്ടർ സോട്ട് ചെയ്തതോ അല്ലെങ്കിൽ പച്ചയ്ക്ക് കഴിക്കാനൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അവന് വെജസിൽ ഇഷ്ടമുള്ള സാധനമാണ് കോൺ, അതുപോലെ ക്യാരറ്റ്, കുക്കുംബറൊക്കെ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കും. കോൺ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തും വെക്കാറുണ്ട്. ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പാസ്ത ഉണ്ടാക്കുമ്പോഴോ അതുപോലെ എന്തെങ്കിലും റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കൊടുക്കും. പിന്നെ ചിക്കൻ ഞാൻ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കും കേട്ടോ. പല രീതിയിൽ ഇതിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞ പോലെ റൈസിലിട്ട് കൊടുക്കും, ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കും, കറി ഉണ്ടാക്കും. അങ്ങനെ ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഓരോന്നും ഉണ്ടാക്കും. അതുപോലെ ഇതിൽ നിന്നൊരു പോർഷൻ എടുത്തിട്ട് വൈകുന്നേരത്തേക്ക് ചിക്കൻ സൂപ്പൊക്കെ ഉണ്ടാക്കും. ഇതെല്ലാം ഞാൻ വെക്കുന്നത് ഫ്രീസറിലാണ്, മീറ്റ് ഐറ്റംസ്. ഇനി കുറച്ച് ഫ്രൂട്ട്സും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് എനിക്ക് സുഖമായിട്ട് ഓടിക്കാൻ ഇത് മതി. ചിക്കനൊക്കെ പിന്നെയും ബാക്കി വരും, ഒരാഴ്ച കൊണ്ടൊന്നും തീരില്ല ഇത്രയും ചിക്കൻ. കാര്യം മോന് വേണ്ടിയിട്ട് മാത്രമാണ് അതിൽ നിന്ന് എടുക്കാറുള്ളൂ. ഇങ്ങനെ ചെയ്ത് വെക്കുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി ഹെൽപ്പാണ് കേട്ടോ. കാര്യം രാവിലെ നമ്മൾ ഒരുപാട് നേരത്തെ എഴുന്നേൽക്കണ്ട. ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് രാത്രി ഒരു പ്ലാനിങ്ങിൽ കിടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫുഡ് ആക്കി എടുക്കാം.